അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവനെ മാതാപിതാക്കള് അല്ലാഹുവേ മോശമായ കാര്യം പറഞ്ഞാൽ, മാതാപിതാക്കള് പറഞ്ഞാൽ അനുസരിക്കണം, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കണം, വാപ്പ പറഞ്ഞാൽ അനുസരിക്കണം. പക്ഷേ ആ പറയുന്നത് അല്ലാഹുവിന്റെ ദീനിനെതിരാണോ, അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അനുസരിക്കല്ലേ ചെറുപ്പക്കാരാ. വാപ്പയല്ല ഉമ്മയല്ല, ആര് പറഞ്ഞാലും അനുസരിക്കരുത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ട് നിന്റെ ഉമ്മ പറഞ്ഞാലും നീ അനുസരിക്കരുത്, നിന്റെ വാപ്പ പറഞ്ഞാലും നീ അനുസരിക്കരുത്. അവര് ഏതും മതക്കാരാണെങ്കിലും അവരെ നീ ബഹുമാനിക്കണേ, അവരെ നീ ആദരിക്കണേ, അവരെ നീ പരിഗണിക്കണേ, അവരോടുള്ള കടമകൾ പാലിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് ആ സ്വഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും അനുസരിക്കരുത്, ഉമ്മ പറഞ്ഞാലും അനുസരിക്കരുത്, പാപം ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. പടച്ച റബ്ബേ, ഉമ്മയോട് പറയണം പാപമാ ഉമ്മ. ഒരുത്തൻ വന്ന് പെണ്ണ് കണ്ടു, ഒരു ചെറുപ്പക്കാരൻ വന്ന് പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. മൊബൈല് കൊടുത്തിട്ട് പറയുകയാ വിളിക്കണേ വിളിക്കണേ. ഉപ്പാടെ ഫോണില് ഫോൺ വിളിച്ചു, ഉമ്മയുടെ ഫോണില് ഫോൺ വിളിച്ചു. ഉമ്മ കൊണ്ടുവന്നിട്ട് പറയുന്നു, നിന്നെ കെട്ടാ പോകുന്നവൻ വിളിക്ക്, സംസാരിക്കൂ. പറയണം ഉമ്മ, ഇത് വ്യഭിചാരമാ, ഇത് വ്യഭിചാരമാ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആര് പറഞ്ഞാലും നീ അനുസരിക്കരുത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് കല്യാണ വീടുകളിലൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിയ ഹലാലായി. പിന്നെ കല്യാണം ഒന്നും കഴിക്കണ്ട, നിക്കാഹൊന്നും കഴിക്കണ്ട, ഫോൺ വിളി. ഉമ്മ തന്നെ പറയും, എന്തോ വിളിക്കുന്ന, സംസാരിക്ക് സംസാരിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തൊക്കെ അവസ്ഥ ഇന്ന് നടക്കണത്. ഇന്ന് നടക്കുന്ന വൃത്തികേടുകൾ പറയാൻ കഴിയില്ലല്ലോ. എടോ, പണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആണൊരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് ഇന്ന് ആലോചിച്ചു നോക്കിയേ. ഇന്ന് നിക്കാഹ് ഏറ്റവും അവസാനം നടക്കുന്ന ഒരു പരിപാടി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് തന്നെ ഇല്ലാതെയാകും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് പെണ്ണ് കാണാൻ പോകും പയ്യന്മാര്. പയ്യൻ പോയി പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത് നിക്കാഹ് കഴിക്കാനാ, അതല്ലാതെ പോകത്തില്ല. നാണക്കേടാ. ഇവിടെ എങ്ങനെയാണോ അപ്പൊ അമീതപ്പോ വന്നടാ, ഇവിടെ ചങ്ങാതിയ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെയാപ്പോ സാധാ പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ ആ പയ്യൻ പോവാറുണ്ടോ അവിടെ? പിന്നെ കല്യാണം കഴിക്കാനല്ലേ പോവാ അല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേടാടോ, പോകത്തില്ല. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പയ്യന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ആ പെണ്ണിനൊരു സ്വർണ്ണം വിട്ടു കൊടുക്കും, ഒന്നെന്താ ഉറപ്പിക്കാൻ വേണ്ടി. അതിനിവിടെ എന്താ പറയാ? നിശ്ചയമല്ലല്ലോ. അത് ആണുങ്ങൾ പോയി ചെയ്യുന്ന കാര്യം നിശ്ചയം. ആണുങ്ങൾ പോയിട്ട് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക, അതിന് നിശ്ചയം എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ വളയിടിയിൽ എന്ന് പറയും. സത്യത്തിൽ അതിന് പെണ്ണുങ്ങൾ മാത്രമേ പോകൂ, ആണുങ്ങൾ ആരും പോകില്ല. നിശ്ചയം കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോൾ വീട്ടിലെ ആണുങ്ങൾ മാത്രം പോകും, പെണ്ണുങ്ങൾ പോകില്ല. പയ്യനെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പരിപാടിക്ക് ഓൻ പോത്തില്ല. ഇവൻ ആകെ പോകുന്നത് പെണ്ണിന്റെ വീട്ടിലാണ് സ്വർണ്ണം വിടാൻ വരുന്നത്, പയ്യന്റെ വീട്ടിലാണ് കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത്. പിന്നെ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണും ആണും പോയി. പക്ഷെ ഇപ്പോഴങ്ങനല്ല. സ്വർണ്ണം ഇടാൻ പോകുമ്പോഴേ ഇവ ഒരുങ്ങി കെട്ടി പോവാ, ചന്തയ്ക്ക് പോകുന്ന പോലെ. എടാ, ഒരു ഇസ്സത്ത് വേണ്ടേടാ ചങ്ങാതി. നീ എടാ വലിഞ്ഞു കയറി പോണ പാടുണ്ടോ അങ്ങനെ? ഇപ്പൊ നീ ഈ സ്വർണ്ണം ഇടാൻ പോകുമ്പോഴേ ഇപ്പൊ പിന്നെ ആഡിറ്റോറിയത്തിലാ പരിപാടി. അല്ലാഹുവേ, പടച്ചവനെ നീ നോക്കണം. ഒരുങ്ങി കെട്ടി ഇവൻ വരും, പുതിയാപ്പള വരുന്നത് പോലെ അങ്ങോട്ട് വരും. പിന്നെ സ്വർണ്ണം ഇടാൻ എല്ലാം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ തന്ത വിളിക്കുക, വാടാ മോനെ ഇങ്ങ വാ, കയറി എൻ്റെ മോളുടെ അടുത്ത് നിൽക്കൊരു ഫോട്ടോ എടുക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, സ്വന്തം വാപ്പ വിളിക്കുന്നു, വാ മോനെ അങ്ങോട്ട് ചേർന്ന് നിൽക്കടി. അങ്ങോട്ട് കയറി നില്ല്. കണ്ടവന്റെ കൂടെ കയറി നിൽക്ക്. കെട്ടിയോ ഇല്ല, വിവാഹം കഴിച്ചോ ഇല്ല, അന്യപുരുഷനാ. ഉമ്മ പറയുന്ന കുഴപ്പമൊന്നുമില്ല, കയറി നിന്നോ, നീ എന്താ വലിയ മഹതിയാവുന്ന, കയറി നില്ല്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെറ്റ തള്ള പറഞ്ഞാലും അനുസരിക്കരുത്.
അത് ഉമ്മയാണോ വാപ്പയാണോ? ആര് പറഞ്ഞാലും അനുസരിക്കരുത്. കാരണം അത് പാപമാണ്, വ്യഭിചാരമാണ്. വിവാഹം കഴിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയാകില്ല. നിന്റെ പ്രിയപ്പെട്ട പിതാവ് 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവേ ആ പുണ്യമായ നിക്കാഹ് കർമ്മം നടത്താതെ നിനക്ക് ഹലാലാകില്ലടാ, ഒരിക്കലും നിനക്ക് ഹലാലാകില്ല. അവളോട് സലാം പറയുന്നത് പോലും പാപമാ. അവളെ കാണുന്നത് പോയിട്ട് സംസാരിക്കുന്നത് പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നാ പെണ്ണിനോട് സലാം പറയാൻ പോലും പാടില്ലടാ. ആ പെണ്ണ് മരിച്ചുപോയാ മയ്യത്ത് പോലും കാണാൻ നിനക്ക് അവകാശമില്ല. ഇതാണ് അല്ലാഹുവിന്റെ ദീൻ. അല്ലാതെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയാണ് പട്ടിണി കിടക്കുന്നത്, മരിക്കാൻ പോവുകയാണ്. അപ്പോഴും പറഞ്ഞു, ഇല്ല ഉമ്മ, അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹുവിന്റെ ദീനാണ്. ഈ സഹാബിയുടെ മനസ്സ് വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. അല്ലാഹു ഇടപെടുകയാണ്. ഇനി മൂന്നാമത്തെ താരം അറിയോ പെങ്ങളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ഹബീബി റളിയല്ലാഹു തആല അൻഹാ. ആയിഷയുടെ ചരിത്രം അറിയുമല്ലോ. ആയിഷ ബീബിയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയല്ലോ. പടച്ചവനെ, മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ അല്ലാഹുവേ, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തായാലും പോകണമല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. ആയിഷ കയറുന്നത് നബി തങ്ങൾ കണ്ടതാണ്, സ്വഹാബത്ത് കണ്ടതാണ്. പക്ഷേ പിന്നാണങ്ങൾ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആയിഷയുടെ കഴുത്തിൽ നോക്കുമ്പോ മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്, പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ വെളിയിൽ നോക്കി നബി തങ്ങളെ കാണുന്നില്ല. അതാ തന്റെ മുമ്പിൽ നിന്ന് സ്വഹാബത്തിനെ കാണുന്നില്ല. പടച്ചവനെ ഇപ്പടെന്ന് ചിന്തിക്കുകയാണ്. ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാ, ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ മാല തിരഞ്ഞിറങ്ങി പോവുകയാണ്. ഒരാളും കണ്ടില്ലടോ, ഒരാളും അറിഞ്ഞില്ലടോ. എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ കയറുന്നത് കണ്ടതാണ്. പൊക്കുമ്പോ ഭാരമില്ല. കാരണം ആയിഷയ്ക്ക് തടി കുറവായിരുന്നു. അവര് വിചാരിച്ചുണ്ടെന്ന്. അങ്ങനെ യാത്ര തുടരുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നപ്പോ നബി തങ്ങളെ കാണുന്നില്ല, സ്വഹാബത്തിനെ കാണുന്നില്ല. എല്ലാവരും പോയിരിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. ആയിഷ ഇരുന്ന് കരയുകയാണ്. അപ്പമാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ചെറുപ്പക്കാരനായ സഫ്വാൻ കുതിരപ്പുറത്ത് വരികയാണ്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ? കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ അല്ലാഹുവിന്റെ പ്രവാചകന് പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ്. അതാ വഴിയോരത്തിരുന്ന് പെണ്ണിരുന്ന് കരയുന്നു. ഒരു പെണ്ണ് ഹിജാബ് ഇട്ടുകൊണ്ടിരുന്ന് കരയുകയാണ്. പടച്ച റബ്ബേ, ആ സ്വഹാബി ചോദിക്കുന്നു, ആരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാണ്. ഇന്നാലില്ലാ ഇന്നാലില്ലാ. എന്തേ ഉമ്മ? കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിൽ കേറുമ്മ, ഞാൻ നടക്കാമുമ്മ. വേറെ വഴിയില്ലാതെ ആയിഷ ബീബി കേറുകയാണ്. സഫ്വാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. അവിടെ നിന്ന് മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവനെ, നേരം വെളുക്ക
നടക്കാറായി. അള്ളാന്റെ റസൂലും സ്വഹാബത്തും അപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. ആയിഷയെ കാണാതെ വന്നപ്പോ വലിയ പ്രയാസമായടോ. എല്ലാവരും ഒരുമിച്ച് കൂടി ആയിഷ ബീവിക്ക് എന്തു പറ്റിയെന്നറിയില്ല. വലിയ ചർച്ചയായി. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആയിഷ ബീവി മുകളിൽ ഇരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. സമാധാനമായി. പക്ഷേ അതാ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൽ, അവന് നബിയെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമായവനാണ്. അവൻ മുനാഫിക്കാണ്. അവൻ പറയുന്നു രാത്രി മുഴുവനും ഒരു പെണ്ണും ആണും ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. അല്ലാഹുവേ, വ്യഭിചാരാരോപണം തുടങ്ങുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. എടോ, അധികം പേരും വിശ്വസിച്ചടോ. കേട്ടതിൽ പലരും വിശ്വസിച്ചടോ. കാരണം പറഞ്ഞത് നബിതങ്ങളുടെ കൂടെ പോയവരാ. നബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അവസാനം എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ട് കേട്ട് സഹിക്കാൻ കഴിയാതെ നബിതങ്ങളുടെ പള്ളിയുടെ മിനാരത്തിൽ കയറി. യാ അയ്യുഹന്നാ സ്വഹാബാ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ, ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എനിക്ക് എന്റെ ആയിഷയെ അറിയാ. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എന്റെ ഭാര്യ എനിക്കറിയാ. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷ എനിക്കറിയാ. അവള് നല്ലവളാണ്. എനിക്ക് അവളെ വിശ്വാസമാണ്. ആയിഷയ്ക്ക് വല്ലാതെ തകർന്നു പോയടോ. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, ഞാൻ വീട്ടിൽ പോയി നിൽക്കട്ടെ നബിയെ? അള്ളാന്റെ റസൂൽ അബൂബക്കർ തങ്ങളെ വിളിച്ചു. അതാ തന്റെ ഉപ്പയുടെ കൂടെ തന്റെ പൊന്നാര മകളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആയിഷ ബീവി പട്ടിണി കിടക്കുകയാണ്. വല്ലാത്ത കരച്ചലാടോ. പടച്ചവനെ, ജനങ്ങൾ പറയുന്ന കഥ കേട്ടപ്പോ ആയിഷ തകർന്നു പോയടോ. ആയിഷ തകർന്നു പോയടോ. സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകളല്ലേ എന്ന് അടിച്ചിറക്കുന്നത്. റബ്ബേ, ആയിഷ ബീവി തകർന്നു പോയടോ. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ആയിഷ പട്ടിണി കിടക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ എന്റെ പൊന്നുമോളിങ്ങനെ കിടക്കുകയാ. എന്റെ പൊന്നുമോളിങ്ങനെ കിടക്കുകയാ. ഞാൻ ചെന്നിട്ട് ആയിഷയുടെ കാലിൽ ഇങ്ങനെ തട്ടി നോക്കും. എന്റെ മോക്ക് ജീവനുണ്ടോ? ആയിഷ മരിച്ചുപോയോ? തന്റെ പൊന്നാര മകള് പട്ടിണി കിടക്കുമ്പോ, അനങ്ങാതെ കിടക്കുമ്പോ വാപ്പ ചെന്നിട്ട് കാലുകൊണ്ടിങ്ങനെ തട്ടി നോക്കുകയാണ്. കാലുകൊണ്ട് തട്ടി നോക്കുകയാണ്. പടച്ച റബ്ബേ, എന്റെ പൊന്നുമോക്ക് ജീവനുണ്ടോ? അല്ലാഹുവേ, അതുപോലെ ആയിഷ കിടക്കുകയാണ്. ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ചെറുപ്പക്കാരാ കേക്കണേ മോനെ, പെങ്ങന്മാരെ കേക്കണേ മക്കള്. ആരെങ്കിലും ഒരു കഥ പറഞ്ഞാ നിന്റെ നിലപാടെന്തായിരിക്കണമെന്നറിയോ? നീ എന്ത് ചെയ്യണമെന്നറിയോ? അതാ നിനക്ക് ഞാനൊരു ചരിത്രം പറയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഈ സംഭവം നടക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, ആയിഷയെ കുറിച്ചൊരു കഥ കേൾക്കുന്നല്ലോ, ആയിഷയെ കുറിച്ചൊരു കഥ കേൾക്കുന്നല്ലോ, ആയിഷ വ്യഭിചരിച്ചെന്ന് പറയുന്നല്ലോ, നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ഭാര്യ
ചോദിക്കുകയാ. ഒരു നാട് മുഴുവനും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആയിഷ ബീവി വ്യഭിചരിച്ച വിഷയം നാട് മുഴുവനും ചർച്ചയായി. അങ്ങനെ ഒരിക്കൽ അബു അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തൻ്റെ ഭാര്യ ചോദിച്ചു, ആയിഷാനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? ഭർത്താവ് തൻ്റെ ഭാര്യയോട് ചോദിച്ച ചോദ്യം, ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ പറഞ്ഞു, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം ഞാനാണെങ്കിൽ ചെയ്യൂല, ഒരിക്കലും ഞാൻ വ്യഭിചരിക്കൂല, മഅദല്ലാഹ്, അല്ലാഹ് എന്നെ കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ ഭാര്യ പറയുന്നു, ഞാനാണെങ്കിൽ വല്ലാഹി സത്യം ഞാൻ വ്യഭിചരിക്കത്തില്ല, ഞാനത് പാപം ചെയ്യത്തില്ല. അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആയിഷ ചെയ്യോ? നീ ചെയ്യത്തില്ലെങ്കിൽ ആയിഷ ചെയ്യുമോ? നിന്നെക്കാളും എത്രയോ ഖൈറാണ് ആയിഷ എന്ന്. എടി, നിന്നെക്കാളും എത്ര നല്ലവളാ ആയിഷ. ആയിഷ ആരെന്നറിയോ? നബിതങ്ങൾ ഒരുപാട് ഭാര്യമാരുണ്ട്, എല്ലാവരെയും നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചു. പക്ഷെ ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അല്ലാഹുവാ. ആയിഷാനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് അള്ളയാ. നിന്നെക്കാളും എത്ര നല്ലവളാ ആയിഷ. നീ അങ്ങനെ പറയരുത്, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതാണ് ഒരു മോശമായ കാര്യം. ഒരു വാർത്ത അറിയുമ്പോൾ നമ്മുടെ നിലപാടതായിരിക്കണം. നമ്മൾ നല്ലത് ചിന്തിക്കണം, നമ്മൾ മോശമായതല്ല. ഒരാളെ കുറിച്ചൊരു വാർത്ത കേൾക്കുമ്പോൾ നീ നല്ലത് ചിന്തിക്ക്, നീ നല്ലതാണ് ചിന്തിക്കേണ്ടത്. കാരണം ആ സ്വഹാബി അങ്ങനെ നല്ലത് ചിന്തിക്കാൻ തയ്യാറായപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നു, ലൗലാ ഇദ സമിഅതുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. നല്ലത് ചിന്തിക്കണം സഹോദരാ. ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നീ നല്ലതേ ചിന്തിക്കാവൂ. നീ ഷെയർ ചെയ്യാൻ നിൽക്കരുത്, പരസ്യപ്പെടുത്താൻ നിൽക്കരുത്, നാണം കെടുത്താൻ നിൽക്കരുത്, പരിഹസിക്കാൻ നിൽക്കരുത്. എടാ, നല്ലത് ചിന്തിക്കടാ. അവൻ ചെയ്ത അല്ലാഹ് നിന്നോട് ചോദിക്കില്ലല്ലോ, അവനോടല്ലേ ചോദിക്കുകയുള്ളൂ. പക്ഷേ അവൻ ചെയ്യാത്ത കാര്യം നീ പറഞ്ഞ അതിനെക്കുറിച്ച് അല്ലാഹുവോട് നീ മറുപടി പറയണമല്ലോ. അതുകൊണ്ട് പൊന്നമ്പേട്ടയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, ഒരു കാര്യം ഉറപ്പില്ലാതെ പറയരുത്, നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ഒരാളുടെ ജീവിതം തകർക്കരുത്, ഒരാളെ നാണം കെടുത്തരുത്, ഒരാളുടെ ഇസ്സത്തിനും കോട്ടം വരുത്തരുത്. നിബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നിബിതങ്ങൾ പറഞ്ഞു, കഅബയോട് നിനക്ക് വല്ലാത്ത സ്ഥാനമാ, നിനക്ക് വല്ലാത്ത സുഗന്ധമാ, എല്ലാവർക്കും നിന്നോട് വല്ലാത്ത സ്നേഹമാ. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. പക്ഷേ നിന്നെക്കാളും സ്ഥാനമാർക്കാണെന്നറിയോ? ഒരു മനുഷ്യന്റെ അഭിമാനത്തിനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആയിഷ ബീവിയുടെ മനസ്സ് വേദനിച്ചപ്പോ ഒരായത്തല്ലടാ ചെറുപ്പക്കാരാ, എടാ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ആയിഷ എന്ന് പറയുന്ന ഒരു ചെറിയ പെണ്ണിന്റെ മനസ്സ് വേദനിച്ചപ്പോ ഖുർആനിൽ അതാ പടച്ചവനെ തുടർച്ചയായി അതാ ഖുർആനിലായത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ സഹായം വരികയാ, അല്ലാഹു സമാധാനിപ്പിക്കുകയാ, അല്ലാഹു സമാധാനിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്വഹാബിയുടെ കഥ കൂടെ പറഞ്ഞു തരാ. അല്ലാഹു സമാധാനിപ്പിച്ച നാലാമത്തെ മനുഷ്യനാരെന്നറിയുമോ? മഹാനായ ഉമ്മ മക്തൂം.
ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിന്? ഇൽമു പഠിക്കാൻ. കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വരികയാണ്, അറിവ് പഠിക്കാൻ, ഇൽമു ചോദിച്ചു പഠിക്കാൻ. ആ സ്വഹാബി മുത്തുനബിയുടെ മുമ്പിൽ വരുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം നബി തങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ഖുറൈശികളുടെ നേതാക്കന്മാര്, അവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകം ദഅവത്ത് നടത്തുകയാണ്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരറിവ് പറഞ്ഞു തരണം നബിയേ, എനിക്കൊരു ഇൽമു പറഞ്ഞു തരണം നബിയേ. ആരാവെന്ന് ചോദിക്കുന്നത് ഉമ്മു മക്തൂമാണ്. പടച്ചവനെ, അന്ന് ശത്രുക്കൾ പറയുന്നത് മുഹമ്മദിന്റെ കൂടെയുള്ളവരൊക്കെ പാവപ്പെട്ടവരാ, ദരിദ്രന്മാരാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്, അതുകൊണ്ട് കൂടാ ഞങ്ങളെ കിട്ടൂല. അങ്ങനെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴാണ് ഉമ്മു മക്തൂം എന്നിട്ട് നബി തങ്ങളോട് സലാം പറയുന്നത്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവിടുന്ന് സലാം പറയുമ്പോ ഒരു വട്ടം പറഞ്ഞു, നബി തങ്ങൾ മിണ്ടുന്നില്ല. രണ്ടാമതും പറഞ്ഞു. വീണ്ടും വീണ്ടും ഈ സഹാബി ഇങ്ങനെ നബി തങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സഹാബിക്ക് കണ്ണ് കാണില്ല, നബി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ ഉമ്മു മക്തൂമിനറിയില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് ചുളിയുകയാ. നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിയുകയാണ്. കാരണം നിനക്ക് എപ്പോ വേണമെങ്കിലും ഇൽമു വന്ന് പഠിക്കാം, എപ്പോ വേണമെങ്കിലും നിനക്ക് എന്നോട് ഇൽമു വന്ന് ചോദിക്കാം. ഇവന്മാരെ ഇപ്പോഴാ കിട്ടുന്നത്. അതുകൊണ്ട് അവരെ കൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നബി തങ്ങൾ അവരോട് വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ കണ്ണ് കാണാത്ത സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, എനിക്കൊരറിവ് പഠിപ്പിച്ചു തരാൻ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പിന്നെയും പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ പള്ളിക്കകത്ത് വിളിച്ചു കുരുത്തി ഇരുത്തിയിട്ട് ദീൻ പറഞ്ഞു കൊടുക്കുകയും അവർ ഇസ്ലാമിലേക്ക് വരാൻ. അപ്പോഴാ ഒരുത്തം വന്നിട്ട് ചോദിക്കണം, ഉസ്താദേ എനിക്കൊരു അറിവ് പറഞ്ഞു തരുമോ? ഉസ്താദ് എന്ത് വിചാരിക്കും? എടാ, ഇവിടെ ഇവരെ ദീനിലേക്ക് വരുത്താൻ ക്ഷണിക്കുമ്പോഴാ ഇത് പറയണേ. ഒരു വട്ടം പറഞ്ഞു, രണ്ടു വട്ടം പറഞ്ഞു, വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോ ഉസ്താദിന് ഇഷ്ടപ്പെടുവോ? നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു, നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഉമ്മു മക്തൂമിന്റെ മനസ്സ് വേദനിച്ചടോ. എന്തേ നബി തങ്ങൾ മറുപടി പറയാഞ്ഞേ? ഞാൻ ചോദിച്ചിട്ട് നബി തങ്ങൾ എന്തേ മറുപടി പറയാഞ്ഞേ? ഉമ്മു മക്തൂമിന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി അങ്ങോട്ട് വന്നു. എന്നിട്ട് ഖുർആനിൽ 10 ആയത്ത് തുടർച്ചയായിട്ട് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസക്ക. നബിയേ, ശരിയായില്ല നബിയേ. അല്ലാഹ് പറഞ്ഞടോ നബി തങ്ങളോട്, അങ്ങ് മുഖം ചുളിച്ചില്ലേ, ശരിയായില്ല നബിയേ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു വഴക്കു പറഞ്ഞു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നബി തങ്ങൾ അല്ലാഹ് വഴക്കു പറഞ്ഞടോ. ആ കണ്ണ് കാണാത്ത സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാഹിന്റെ റസൂലിന് അള്ളാഹു പോലും വഴക്കു പറഞ്ഞു. ഖുർആനിൽ ആയത്തിറങ്ങി, നബി തങ്ങൾ ഓടി. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് ഓടി ചെന്നിട്ട് ചോദിച്ചു, എവിടെ ഉമ്മു മക്തൂം, എവിടെ ഉമ്മു മക്തൂം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് തറയിൽ വിരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു ഇരിക്കാൻ. തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് താഴെ വിരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞിരിക്കാൻ. അള്ളാഹുവിനെ കൊണ്ട് എന്നെ വഴക്ക് പറയിപ്പിച്ച് കളഞ്ഞല്ലോ. മർഹബ മർഹബ. അള്ളാഹിനെ കൊണ്ട് എന്നെ വഴക്ക് എപ്പോഴും പറയും. ഉമ്മു മക്തൂമിനെ കാണുമ്പോൾ എപ്പോഴും നബി തങ്ങൾ പറയും, എന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ, നിനക്കെന്തേലും വേണോ, നിനക്കെന്തെങ്കിലും വേണോ എന്ന് പുറകിൽ നടന്ന് ചോദിക്കുമായിരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എടോ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ചെവി കേൾക്കാത്തവർ, കാലിന് സ്വാധീനമില്ലാത്തവർ, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനമാ ദീൻ പഠിപ്പിക്കുന്നേ. അവർക്ക് വലിയ സ്ഥാനം കൊടുക്കണം, അവർക്ക് വലിയ പരിഗണന കൊടുക്കണം. പക്ഷെ നമ്മൾ പരിഗണിക്കാറില്ലല്ലോ. നമ്മൾ പരിഗണിക്കാറുണ്ടോ? നമ്മൾ പരിഗണിക്കാറുണ്ടോ? എടോ കാലില്ലാത്തവൻ, കൈയില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ, അവന് എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ദീൻ. നിങ്ങൾ നോക്ക്, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കണ്ടാൽ അവൻ്റെ കൈ പിടിച്ച് നടത്തിക്കണം. എന്താ പ്രതിഫലം? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടാൽ അവൻ്റെ കൈ പിടിച്ച് നടത്തിക്കണം. എത്ര ചുവട്ടടി നടക്കുന്നുണ്ടോ അത്രയും നീ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, കണ്ണിന് കാഴ്ചയില്ലാത്തവനെ പിടിച്ച് നടത്തിച്ച ആ നടക്കുന്ന അത്രയും സ്ഥലം നീ സ്വർഗത്തിലേക്ക് എത്തി. അതാണ് കണ്ണ് കാണാത്തവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൈയും കാണും ഒക്കെ ഇല്ലാത്തവരുണ്ടല്ലോ, അവർക്ക് വലിയ പരിഗണന നമ്മൾ കൊടുക്കണം. ആരാ കൊടുക്കണത്? ഇവിടെ നമ്മൾ നോക്കി, ഒരു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചു, പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ബാത്റൂം ഉണ്ട്. ഇല്ലേ? ഉണ്ടില്ലേ? ഇല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയിട്ടില്ലേ? ഇവിടെ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂനതയുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ബാത്റൂം സൗകര്യം അവർക്കുണ്ട്. ഇനി നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ, അവിടെ കാണോ വണ്ടി ഇട്ടാൽ വലിയ ഫൈനാ. അവർക്ക് അത്രയും പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു ബാത്റൂമോ ഒരു സൗകര്യമോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പുറം ഈമാൻ തരുമാറാകട്ടെ. എടാ, അള്ളാഹുവിൻ്റെ ഭവനമായ ഈ പള്ളികളിൽ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് മൂത്രമൊഴിക്കുവാനുള്ള ഒരു സൗകര്യം പള്ളിയിലുണ്ടോ? ഇല്ല. ഒരാൾക്ക് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ പള്ളിയുടെ 2ാം നിലയിൽ വീൽചെയർ കൂട്ടിയിട്ടിരിക്കുക. ആർക്കാ? രോഗികൾക്ക് കൊടുക്കാൻ. നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാൻ നീ വീൽചെയർ റൂമിൻ്റെ അകത്ത് പിരിച്ചു കൂട്ടിയിട്ടിരിക്കുക. എന്ന പള്ളിക്കകത്ത് ഒരു കൈയില്ലാത്ത ഒരു കാലില്ലാത്ത മനുഷ്യന് പള്ളി വന്ന് നിസ്കരിക്കാൻ ഒരെണ്ണം പള്ളിക്കകത്തുണ്ടോ? ഒന്ന് കയറാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ കെട്ടി ഇന്റർലോക്ക് വിട്ടിട്ട് എന്തോ വലിയ ആക്കി വെച്ചിരിക്കുക. ആ പാവപ്പെട്ടവനൊന്ന് കയറാനുള്ള ഒരു സൗകര്യമെങ്കിലും ഇന്ന് പള്ളിക്കകത്ത് ഒരുക്കി വെക്കാറുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ പോലും ഇല്ലടോ. ഞാൻ പറഞ്ഞത് ചിന്തിക്കേണ്ട കാര്യമാണ്. അവരുടെ മനസ്സു വേദനിപ്പിച്ച റബ്ബ് നമ്മളെ വെറുതെ വിടത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത്രത്തോളം പരിഗണന നമ്മൾ കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം. കാരണം നബിതങ്ങളെ അല്ലാഹു വഴക്ക് പറഞ്ഞേ, നബിതങ്ങളെ അല്ലാഹു വഴക്ക് പറഞ്ഞേ. മുഖം ചുളിച്ചു ഇല്ലേ നബിയെ എന്ന് അല്ലാഹു അവിടെ നിന്ന് വഴക്കു പറഞ്ഞപ്പോൾ തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് തറയിൽ വിരിച്ചിട്ട് ആ സ്വഹാബിയെ കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് പറയുന്നു, ഇരിക്ക്. കാണുമ്പോൾ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ ഉമ്മു മക്കത്തൂം? നിനക്ക് വല്ലതും ആവശ്യമുണ്ടോ ഉമ്മു മക്കത്തൂം? അള്ളാഹിനെ കൊണ്ട് എന്നെ വഴക്ക് പറയിപ്പിക്കരുത്. പടച്ചവനെ, നബിതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവേ, അങ്ങനെ കഴിയുന്ന ഒരുപാട് പാവങ്ങളുണ്ട് പടച്ചവനെ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ പടച്ചവനെ, ഇന്നും ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഡോക്ടർ പറയുകയാണ് എൻ്റെ കാല് മുറിച്ചു മാറ്റണമെന്ന്, എൻ്റെ കാല് മുറിച്ചു മാറ്റണം എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഉസ്താദേ. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എല്ലാവരും മനസ്സറിഞ്ഞൊരു സദഖ എടുക്കണോ. ഈ പള്ളിക്കൊരു ജനറേറ്റർ വേണം, ഈ പള്ളിക്കകത്തൊരു ജനറേറ്റർ വേണം. അൽഹംദുലില്ലാഹ്, പള്ളിക്കാ സഹോദരാ, അല്ലാഹുവിന്റെ ഭവനമാ മക്കള്. ഈ പള്ളി സ്വർഗത്തിലാ മോനെ, ഈ പള്ളി സ്വർഗത്തിലാ മോനെ. ഒരിക്കലും നിന്നെ കൈവിടൂല. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നീ അല്ലാഹുവോട് പറയണം, അല്ലാ, ഏതെങ്കിലും മാരകമായ രോഗം, ക്യാൻസറോ ട്യൂമറോ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. എന്നെ അറുത്ത് മുറിക്കല്ലേ അല്ലാ, എന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റല്ല അല്ലാ. പടച്ചവനോട് പറയടോ, എടോ
സദക്ക കൊടുക്കുന്നത് കൊണ്ട് ലാഭമേ ഉള്ളൂ, ഒരിക്കലും നഷ്ടമില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ റോഡിലൂടെ നടന്നു പോകുന്നവരെ വദാ വണ്ടി വന്നിരിക്കുന്ന കാലമാണ്. പടച്ചവനെ, കഴിഞ്ഞ ആഴ്ച ഞാൻ വഴുതിന് പോയപ്പോ സംഘാടകർ പറഞ്ഞു, ഉസ്താദ്, സ്കൂളിൽ നിന്ന് ഒരുമിച്ച് പോയ 4 പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് പാണ്ടിലൂറി പാഞ്ഞു കയറി മരിച്ചില്ലേ ഈ മഹല്ലിലാ ഉസ്താദ്, ഒന്നാ വീട് വരെ പോകുമോ? വല്ലാത്ത സങ്കടമാ സഹോദര. എന്തെല്ലാ വാർത്തകളാണോ. കാസർഗോഡ് ഞാൻ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടന്നപ്പോ എന്നെ കാണാൻ വന്ന പള്ളങ്കോടുള്ള ഒരു ചെറുപ്പക്കാർ പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉസ്താദേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി. പടച്ചവനെ, ഷോക്കടിച്ചിട്ട് എന്റെ പൊന്നുമോ മരിച്ചുപോയി. ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. തസ്ലീം വിളിച്ചു പറഞ്ഞ ഇനിയിപ്പോ വല്ലാത്ത അത്ഭുതമായി പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയെത്ര വാർത്ത കേൾക്കുന്നവരാണ്. അതുകൊണ്ട് നഷ്ടമാകില്ല. അല്ലാഹനല്ലേ കൊടുക്കുന്നത്, അല്ലാഹനല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് സംഘാടകർ വരികയാ, മടി കാണിക്കരുത്, മടി കാണിക്കരുത്, മടി കാണിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്, കൊടുക്കാതെ ഇരിക്കരുത്. അല്ല തന്നതാ, അല്ല തന്നതാ, അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കൂ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ കൊടുക്കുന്നുണ്ടോ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ, കൈവിടല്ലേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുത്തോ. അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണോ റജബ് മാസമാണ്. ഇത് സാധാരണ മാസമല്ല, റജബ് മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്, ബറക്കത്ത് ചോദിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നന്മയാണ് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിയുന്നത്. അങ്ങനെ ഒരു പള്ളി പണിതിട്ട് അത് അല്ലാഹുവേ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാ. പടച്ചവനെ, ഈ സമയമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ സമയത്ത് ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്താ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പള്ളി പണിയുക, സുജൂദ് ചെയ്യാനുള്ളൊരു പള്ളി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ സമയത്ത് അള്ളാഹു വലിയ സന്തോഷത്തില്ല. അതുകൊണ്ട് ഈ സന്തോഷത്തിൻ്റെ വേളയിൽ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. ഈ സന്തോഷത്തിൻ്റെ വേളയിൽ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളൊന്ന് കഴുകല. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു ദുആ ചെയ്യണം, തൗബ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുടെ മുമ്പിൽ ഒന്ന് തൗബ ചെയ്തുകൂടെ? തൗബ ചെയ്തുകൂടെ? അടച്ച നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ വീടി വലിച്ചിട്ട് പുക വിടുന്ന പോലെ പോന്നു. വായിക്കാത്ത അങ്ങനെ പോകുന്നറോ? വീടി വലിക്കാനേ യോഗമില്ല, ഇങ്ങനെയെങ്കിലും പുക പോട്ടെ. എന്തായാലും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് തൗബ ചെയ്തുകൂടെ? തൗബ ചെയ്തുകൂടെ? 2025 കയറിയില്ലേ? ഖബറിലേക്ക് അടുത്തോ? അസ്രായിൽ വരാൻ സമയമായോ? ഒരു കൊല്ലം അടുത്തു. എന്താ ചിന്തിക്കാത്ത? അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപം മുഴുവനും ഈ പള്ളിയുടെ മുമ്പിൽ കുഴിച്ചിട്ടിട്ട് നല്ല ഒരു മനുഷ്യനെ പോലെ പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്തുകൂടെ? തൗബ ചെയ്തുകൂടെ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്.
ചിലത് അരക്കയ്യിൽ നിൽക്കുക. ഉസ്താദ് അടുത്ത റമദാൻ ആവട്ടെ, ഉസ്താദ് കുറച്ചുകൂടെ വാപ്പ ഹജ്ജിന് പോകുന്നില്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് CC അടച്ച് തീരാറാകുമ്പോൾ വയസ്സാം കാലത്ത് പോയി ചെയ്യാം. ഇപ്പം പോയി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല മനുഷ്യനാവണ്ടേ? പ്രായമാകുമ്പോഴല്ല ഹജ്ജ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഫീഖ് ഹജ്ജ് ചെയ്തില്ലേ? അൽഹംദുലില്ലാ. ഹമീദ് ഈ വർഷം ഹജ്ജിന് പോണ്ടേ? പറയടാ. നമ്മുടെ ചങ്ങാതിയാ, ഓൻ്റെ വീട് പണിയെല്ലാം കഴിഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞാനാ പോയെ. എന്താ പറയുക, വീട് ഓപ്പണിംഗ് ആകുന്ന സമയത്ത് ഞാൻ പോയി. 7 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തവൻ. അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. പാവപ്പെട്ട 7 പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു. ഇങ്ങനെ ഇരുന്നാലും ആള് കാശൊക്കെ ഉള്ള ആളാട്ടാ, കുഴപ്പമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല, വലിയ ജാടയൊന്നുമില്ല. ഉസ്താദന്മാരുമായിട്ടാണ് കൂടെ നടക്കുക, കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഭാര്യയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷം എൻ്റെ കൂടെ ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, എൻ്റെ കൂടെ വരണമെന്ന് നിയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെണ്ണുമ്പിള്ളയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അള്ളാഹു കുടുംബസമേതം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യല്ലേ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചു ഒരുങ്ങി പോവാ. എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാ. 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോവാ. എവിടെ? തൗബ ചെയ്യാൻ. അതല്ല, എങ്ങനാ തൗബ ചെയ്യേണ്ടത്? എന്താണ് തൗബ എന്നറിയോ മോനെ? സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ, എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു പൊന്നുമോനെ പറഞ്ഞു തരാ. ഒരു സ്വഹാബിയെ നിനക്ക് ഞാൻ പറഞ്ഞു തരാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ നബി തങ്ങളുടെ ഖാദിമായിരുന്നു. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പടച്ചവനെ ഒരു ദിവസം അതാ നബി തങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നിന്ന് കുളിക്കുകയാണ്. കുളിക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ഇങ്ങനെ നോക്കിപ്പോയടോ. പടച്ചവനെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ആ നോട്ടമങ്ങ് വല്ലാതെ നീണ്ടുപോവുകയാണ്. ആ കുളിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ ശരീരം അവിടെ നിന്ന് കാണുകയാണ്. ആ സൗന്ദര്യം അങ്ങ് കാണുകയാ. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ ഞാൻ ഹറാം കണ്ടല്ലോ, അല്ലാ ഞാൻ ഹറാം കണ്ടല്ലോ, അല്ലാ ഇത് നബിതങ്ങൾ അറിയുമല്ലോ, ഇനി നബിതങ്ങൾ അറിയുമല്ലോ. ഈ കണ്ണുകൊണ്ട് ഞാൻ ഹറാമു കണ്ടല്ലോ, ഇനി എങ്ങനാ നബിതങ്ങളെ കാണുന്നത്? ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിയെ ഞാൻ ഇനി എങ്ങനെയാ കാണുന്നത്? സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര് നിലവിളിച്ചു കൊണ്ടുപോടിയടാ. ചെറുപ്പക്കാരാ, നിലവിളിച്ചു കൊണ്ടുപോടുകയാണ്. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിനെ കാണുന്നില്ല. നബിതങ്ങൾ അവിടെ നിന്ന് തിരക്കുകയാണ്. എവിടെ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ? എവിടെ? വന്നില്ല നബിയെ, കാണാനില്ല നബിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മാസങ്ങൾ കഴിഞ്ഞു, അല്ലാഹുവേ ആഴ്ചകൾ കഴിഞ്ഞു, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിനെ കാണുന്നില്ല. എന്ത് ചെയ്യുകയാണെന്നറിയോ? മലയുടെ മുകളിൽ കയറിയിരുന്ന് കരയുകയാണ്. മലയുടെ മുകളിൽ കയറിയിരുന്നിട്ട് പടച്ചവനെ ഹറാമു കണ്ടല്ലോ, അല്ലാ